എന്റെ കല്യാണത്തിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു പ്രോഗ്രാമായിട്ട് ഇവിടുന്ന് പോകണ്ടേ വന്നു. അതാണ് പറ്റിയത്. അതുകൊണ്ടാണോ? കാര്യം നമുക്ക് എല്ലാവർക്കും അത് വിഷമായി. നമ്മുടെ തന്നെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് നമ്മൾ ഇവിടെ വന്നില്ലല്ലോ. നമ്മൾ കറക്റ്റ് അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ 2-3 ഡേയ്സ് ഇവിടെ ഇരുന്നപ്പോൾ ഇടയ്ക്ക് ഒരു അർജന്റ് ആയിട്ടുള്ളതുകൊണ്ട് പോകണ്ട വന്നു. അത് ചോദിക്കാനാണ് സത്യത്തിൽ ഞങ്ങൾ വന്നതെന്ന് ചേട്ടൻ വിചാരിക്കും. പക്ഷെ അല്ല, ഞങ്ങൾ ഹോം ടൂർ, ഞങ്ങൾ ചേട്ടന്റെ വീട് കാണാൻ വേണ്ടിട്ട് ഓക്കെ. അപ്പൊ ഇതാണല്ലോ ചേട്ടന്റെ ഹോം. ഓക്കെ, പുതിയ വീട്. പുതിയ വീട് എന്ന് പറയുമ്പോ എത്ര നാളായി? ആ ഓക്കെ. എവിടെ ചാന്ദിനി ചേച്ചി നമ്മുടെ പിള്ളേരൊക്കെ എവിടെ? ഒരു നല്ല ഫ്രെയിം ഒക്കെ പാലക്കാട് വീട്ടിലാണ്. ഞാൻ അവരൊക്കെ ഉണ്ടാവും വിചാരിച്ചു വന്നേ. അങ്ങനെ ബിസി ആയി പോയി. കുഴപ്പമില്ല, ഞങ്ങൾ ഒരു ദിവസം പാലക്കാട് വീട് ഞങ്ങൾ ഒരു ദിവസം ഹോം ടൂർ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നെ ഇരുത്തണില്ലേ വീട്ടിലൊന്ന്? ഗസ്റ്റിനെ ഇരുത്താത്ത പ്ലീസ് എനിക്ക്. ഓക്കെ, അപ്പൊ നോക്കിയിരിക്കാം. ഇരിക്കും ചേട്ടാ. എന്റെ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് എന്നോട് ഇരിക്കാൻ പറയുന്ന ആദ്യത്തെ ആള്. അതെ, പറയും. ഞാൻ ഫസ്റ്റ് ഞാൻ പറയട്ടെ, എനിക്ക് ഇന്ന് ഇവിടെ ഹോം ടൂറിനായിട്ട് വളരെയധികം ഹാപ്പി ആയിരുന്നു. കാരണം എന്താ പറഞ്ഞാല്, ചെറുപ്പത്തിൽ നമ്മൾ ഈ ടിവിയിൽ സിനിമയിൽ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ചാനൽ വെക്കാൻ വേണ്ടില്ല, ഞാൻ പറയും മാറ്റല്ലേ. കാര്യം നല്ല സ്വീറ്റ് ആയിട്ട് ഇന്നസെന്റ് ആയിട്ട് ചേട്ടൻ സംസാരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. ഈ ചെറുപ്പത്തിൽ നിന്ന് എല്ലാവരും പറയുന്ന ഡയലോഗാണ്. ഞാൻ ചെറുപ്പകാലം തൊട്ടേ ചേട്ടനെ കണ്ടോണ്ടിരുന്ന ആൾക്കാർ ഞാൻ ഭയങ്കരമായിട്ട് ചെറുപ്പമായിരുന്നു. അതെ, പക്ഷെ ഇപ്പോഴും ചെറുപ്പമുള്ള കണ്ടില്ലേ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കണ്ടു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ട്. മൊത്തത്തിൽ ചെറുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ പിന്നല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇവിടെ വന്നിപ്പോ ഒരു 1 ഇയർ കഴിഞ്ഞു. 1 ഇയർ. ഇവിടെ എറണാകുളത്ത് വർക്ക് ഉള്ളപ്പോ ഇവിടെ നിൽക്കും അല്ലേ? ഇപ്പൊ ഞങ്ങള് ഇവിടെ എറണാകുളത്തൊരു ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ എന്നെ കാണിച്ചായിട്ട് വീടെല്ലാം കാണിച്ചായിട്ട് ഫസ്റ്റ് ഇവിടെ തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കേറി വരുമ്പോ തന്നെ ലിവിംഗ് റൂമിൽ ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു കുഞ്ഞ് പൂജാമുറി പോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ ഇവിടെ നിന്നാണ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ? അത്യാവശ്യം ഇതിനകത്ത് ഒരു കുഞ്ഞ് ചെറിയ ഇത്രയും മതിയാവും. കാരണം നമുക്കൊരു അതിനുള്ള സ്പേസ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഒരു റൂമായിട്ടൊന്നും അല്ലാതെ ഒരു കുഞ്ഞ് പ്രാർത്ഥനാ മുറി പോലെ അത് ചെയ്തിട്ടുണ്ട്. ഇത് സൈഡിലൊക്കെ സൈഡിലെല്ലാം ഇതിങ്ങനെ നമ്മളൊരു ജസ്റ്റ് ഷോ പീസ് പോലെ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രയറിന് വേണ്ടി ഇത് മാത്രം, അതിനു വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താ? ഇത് ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഞാൻ അതിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ പ്രേയറിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് സൈഡിലുള്ള ഇതെല്ലാം മേടിച്ചതാണോ? ഇങ്ങനെ ഐ മീൻ ഇവിടെ ഇത് ഒന്ന് ഭംഗിയാക്കാനല്ലേ? ഓക്കെ. പിന്നെ ഇത് കിച്ചൺ ആണ്. കിച്ചൺ ആണ് എന്റെ ഫേവറേറ്റ്. കാരണം എന്താ, നമുക്ക് ഫുഡ് കിട്ടുന്നത്. അതെ, എനിക്ക് എന്താ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കണെന്ന്? ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വേണമെങ്കിലും ഉണ്ടാക്കണം. ഇവിടെ അങ്ങനെ ഒരു ഫുഡിന്റെ കൺസെപ്റ്റിലേക്ക് പോയിട്ടില്ല. എപ്പോഴും വൈഫും മക്കളൊക്കെ ഉള്ളപ്പോ മാത്രമേ കുക്കിംഗ് നടക്കുള്ളൂ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ഇവിടെ മൊത്തം അലങ്കോല. ചേട്ടാ കുക്ക് ചെയ്യില്ല? അത്യാവശ്യം ചെയ്യും, പക്ഷെ ചെയ്ത് കഴിഞ്ഞ് ഈ പാത്രം കഴിയണ്ട. അത്യാവശ്യം ഓംലെറ്റ് പപ്പടം അങ്ങനെയൊന്നുമല്ല, ഞാൻ നല്ല മീൻകറിയും ചിക്കൻ കറിയും എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് എനിക്കൊന്നും പറ്റില്ലല്ലോ. എന്താ പ്രോബ്ലം എന്ന് വെച്ചാല് ഇത് കത്തിച്ച് ഇതിന്റെ പാത്രങ്ങളൊക്കെ എടുത്ത് നമ്മള് ചെയ്തു തുടങ്ങിയാൽ പിന്നെ ഇതൊരു ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്. നമ്മൾ സ്ത്രീകളുടെ വാല്യൂ എപ്പോഴും മനസ്സിലാക്കുന്ന അവിടെ ക്ലീനിങ്ങിലാണ്. ഇത് കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കി ഒന്ന് സെറ്റ് ആക്കി വെക്കാം. ഫുഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നമ്മൾ പെട്ടെന്ന്. അതുകൊണ്ട് ഫാമിലി ഉള്ള സമയത്ത് കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബുദ്ധിയെന്ന് വിചാരിച്ചാൽ ഞാൻ മാക്സിമം അങ്ങ് ഒഴിവാക്കും. അപ്പൊ നമ്മൾ കുറച്ച് ഫുഡ് കുറയ്ക്കും. അപ്പൊ ഒന്ന് അത്യാവശ്യം വലിയ ഡയറ്റിംഗ് പോലെ നടക്കുമല്ലോ. കാരണം ഈ സമയത്ത് നടക്കുള്ളൂ. ഫുഡ് പാചകം ചെയ്യാനുള്ള മടി കൊണ്ടുള്ള ഡയറ്റിംഗ്. അത് ശരി, അല്ലാണ്ട് ഡയറ്റിംഗ് ഒന്നും ഇല്ല. സ്വിഗ്ഗി ഒന്നും ഓർഡർ ചെയ്യില്ല? ഓർഡർ ചെയ്യും, അത്യാവശ്യം ഓർഡർ ചെയ്യും. ഇവിടുന്ന് പിന്നെ നല്ല നല്ല വ്യൂ ഉണ്ടല്ലേ? പുറത്തേക്ക് തുറന്നോക്കട്ടെ. അയ്യോ, തുറക്കാൻ പറ്റണില്ല, എന്റെ മേത്തണില്ല. നല്ല അടിപൊളി വ്യൂ. അവിടെ കായലും ഒക്കെ കൊച്ചി ഫുൾ കാണാം. നമുക്ക് നല്ല കുറെ ബിൽഡിങ്സ്, ലൈറ്റ് ഒക്കെ ഇട്ട് രാത്രിയും അടിപൊളിയായിരിക്കും. രാവിലെ നേരത്തെ എണീക്കുമ്പോഴും അടിപൊളിയായിരിക്കും അല്ലേ? അവിടെയാണ് ഇത്. ഓക്കെ, ഇത് ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആയിട്ട്. ഇതെല്ലാം കുഞ്ഞൊരു കിച്ചൺ. ഓക്കെ, നമുക്കൊരു ഫാമിലിക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു. പക്ഷെ എന്നാലും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ എനിക്ക് വിഷമം. ഉറപ്പായിട്ടും ഇപ്പൊ എന്താ ഉള്ളത് കഴിക്കാൻ? ഇപ്പൊ നോക്ക്, ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം. ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കി തരട്ടെ. എന്താ ഉള്ളത് ഇവിടെ? മുട്ട ഉണ്ടോ? ആകെ അറിയുന്ന ഓംലെറ്റ് ആണ്. ഞാൻ പറയട്ടെ, നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ? മാഗി ഇല്ലേ? മാഗി ഉണ്ടോ നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഉണ്ടാക്കി തരും കേട്ടാ, പോകുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി തരും. ഓക്കെ. അപ്പൊ ഇവിടെ ഇത് കാണിച്ചെന്നില്ല, വാഷ് ബേസിൻ. ഇതൊരു വാഷ് ബേസിൻ. ചുമ്മാ അവരെ ഒന്ന് അലങ്കരിച്ച് നമ്മള് ഇവിടെ ഒരു ഇന്റീരിയർ ചെയ്യുന്നവർ ചെയ്ത ഒരു പരിപാടികളാണ്.
നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം അത് ഓക്കെ. കോമൺ ടോയ്ലറ്റ്. ഇവിടെ കോമൺ ടോയ്ലറ്റ് അല്ലേ? ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ആട് 3 ചേട്ടൻ ഉണ്ടെന്ന് കറക്റ്റ് ആണോ? അറിയില്ല, അവരിനി ഫൈനലൈസ് ചെയ്യണം. അല്ല, അവര് പറയുമ്പോൾ പറയും, കാരണം എന്ന് വെച്ചാൽ അവരെല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മളതിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ചേട്ടനെ. കാരണം 1 ഉം 2 ഒക്കെ ഗംഭീരമായിട്ട് നമ്മളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തേർഡിൽ എങ്ങനെയെങ്കിലും, കാരണം ആ ഒരു ടീമാണല്ലോ. അടിപൊളി പരിപാടി. നമ്മുടെ ഒരു ജോണറാണ്, അതിനകത്തൊക്കെ നമുക്ക് വരാൻ പറ്റിയാൽ വലിയ സന്തോഷം. ഇത് കണ്ടിട്ടെങ്കിലും അവര് വിളിക്കട്ടെ. അതെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ റൂം കാണാം അല്ലേ? ഇതൊരു ബെഡ്റൂമാണ്, പക്ഷെ അത് നമ്മളൊരു ജസ്റ്റ് ഇതുപോലെ ആക്കി. ഇത് ബെഡ്റൂം ആയിരുന്നു, അത് നമ്മൾ മാറ്റിയിട്ട് ജസ്റ്റ് ഒരു വിസിറ്റിംഗ്, നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ വന്നിരിക്കാനും അത്യാവശ്യം ഉള്ള സ്പേസിൽ. ഇവിടെയാണ് നിങ്ങൾ ചില്ലിയണ ഏരിയ, ടിവി ഉണ്ട് ചില്ലിയണ ഏരിയ എന്ന് വെച്ചാൽ സിനിമയൊക്കെ കാണാം. അപ്പൊ നമുക്ക് ഒരുപാട് വലിയ സ്ക്രീൻ വെക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഇന്റീരിയർ വലിയ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വേണമല്ലോ. ഇത് മാക്സിമം ഇത് കറക്റ്റ് ആണല്ലേ? നമുക്ക് കുറെ ട്രോഫീസ് ഒക്കെ കഴിഞ്ഞാൽ സിനിമ കാണുന്നതും എല്ലാം ഇതിനകത്തായിരിക്കും. അപ്പൊ ഇതിനകത്ത് കഥ കടച്ച് ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സിനിമ കഴിയുന്നവരെ രാത്രി ഒരു 12 മണി വരെ എല്ലാവരും ഞാൻ ഇവിടെ തന്നെ പറയാം. ഇതൊക്കെ ആരാ സെലക്ട് ചെയ്ത്? സത്യത്തിൽ ഈ കംപ്ലീറ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ആരാ? ഇതൊക്കെ ഓൾമോസ്റ്റ് വൈഫിന്റെ ആണ്. കാരണം ഞാൻ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോ അത്ര നന്നാവാൻ വഴിയില്ല. പുള്ളിക്കാരത്തെയാണ് ഇതെല്ലാം. ചിലതൊക്കെ പിന്നെ നമുക്ക് പിന്നെ ഗിഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പഴയത് നമ്മൾ റീപ്ലേസ് ചെയ്യും. ചിലപ്പോ ചില നല്ല സാധനങ്ങൾ കാണുമ്പോ അത് മാറ്റും. ഞാൻ എന്തോ ചെയ്തു ഓണ ഇത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടിയ ഒരു മൂവീസിനായിട്ട് ഇത് ജസ്റ്റ് ഇത് ഉള്ളൂ. ബാക്കി പാലക്കാടാണ് എല്ലാം ഇരിക്കണം. അത് ഞാൻ ഓർത്തത് അവിടുന്ന് കുറച്ച് എടുത്ത് ഇങ്ങോട്ട് വെച്ചത്. കുറച്ചുകൂടി നമുക്ക് എടുത്ത് വെക്കണം കേട്ടോ. ഇവിടെ സ്പേസ് നമുക്ക് കൂടുതൽ ഇല്ലാത്തോണ്ട് നമ്മളെ കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല, പഴയതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെടുത്ത് ഹോം ഒരു ജസ്റ്റ് ഒരു സീനിൽ ഞാൻ വന്നിരുന്നു. അപ്പൊ അന്ന് ഷീൽഡ് കിട്ടിയപ്പോ അത് എന്നാണെങ്കിലും ഒരു വലിയ വിജയമാണ്. കോവിഡ് സമയത്ത് നമുക്കൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ മെമ്മറി കിട്ടി, മെമ്മറിക്ക് ഇവിടെ വെച്ചു. ഓക്കെ, രാമലീലയൊക്കെ ഉണ്ട് അല്ലേ? 111 days. അതെ അതെ അതെ, അതുണ്ട്. റോമൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഇവിടെ ലൈറ്റ്, നല്ല വാം ലൈറ്റ് ഒക്കെ. ഇത് കണ്ടില്ല നമ്മള്, ഫോട്ടോസ് കണ്ടില്ല, പിള്ളേരുടെയും ചേച്ചിയുടെയും. ഇത് എടുത്തു വെച്ച് കുറച്ച് ഫോട്ടോസ്, ഇനി പുതിയ ഫോട്ടോസ് എടുത്തേക്കണം. ഒരാളുടെ കുറവുണ്ട്, മൂത്ത ആളുടെ. അപ്പൊ അയാളും കൂടെ ഇൻക്ലൂഡ് ആക്കിട്ട്. അപ്പൊ ഞങ്ങള് തമ്മിൽ തല്ലൊന്നുമില്ല, എന്നെ കൂടി ആഡ് ആക്കി. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്റെ പിള്ളേക്ക് ആയിരിക്കണം. അത് അവര് തമ്മിലേ ഉള്ളൂ. അത് ഈ പറയുന്ന രീതിയിൽ ചെറിയ ഫുഡിന്റെ ഐസ്ക്രീമിന്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോ സിബ്ലിംഗ്സ് തമ്മിൽ ഫുള്ള് അടിയും ഇതൊക്കെ ആയിരിക്കില്ല. എന്റെ ഫോട്ടോ ഇല്ല, നിന്റെ ഫോട്ടോ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവര് തമ്മിലല്ല. ഓക്കെ, ഈ ടേബിള് ഇത് അവര് അവരടുത്ത് പറഞ്ഞിട്ട് ഇത്ര നമുക്ക് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്താൽ മതി, അതിൽ കൂടുതൽ നമുക്ക് വേണ്ട. ഈ റൂമിന് അത്രയല്ലേ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലും അപ്പൊ അവര് കഴിച്ചിട്ട് നമ്മൾ ഇരുന്നാൽ മതി. അല്ലെ തിക്കി തിരക്കി ഇവിടെ ഒരു വലിയ ടേബിൾ ഇട്ടിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ. നല്ല രസമുണ്ട്, ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? ചെറുതായോണ്ട് ക്യൂട്ടായിട്ട്. ഓക്കെ, ഇത് ബാൽക്കണി. ബാൽക്കണിയാണ് നമ്മുടെ മെയിൻ ഏരിയ. അതെ, ഇവിടെ ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. എന്തൊരു സമാധാനം, ശാന്തി സമാധാനം. ഇവിടെ നല്ല രസമാണ്. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഇരിക്കാനൊക്കെ. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മള് കിച്ചണിൽ നോക്കിയതിനേക്കാൾ അടിപൊളി. നമ്മള് രാവിലെ തന്നെ ഇപ്പൊ മഴയത്തൊക്കെ എസ്പെഷ്യലി മഴയത്ത് ഭയങ്കര രസമാണ്. നമ്മള് ചേരട്ട് ഇവിടെ ഇരുന്നാലും മഴയത്ത് നല്ല രസമാണ് അത്യാവശ്യം. പിന്നെ ഈ പറയുന്ന ഇവിടെ ട്രെയിൻ പാസ് ചെയ്യുന്നു, എല്ലാം ഈ നമുക്ക് കാണാം. ഹൈവേ ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അതാ ഇപ്പഴത്തെ നമ്മൾ ഫ്രണ്ടിൽ നോക്കിയ ക്രൗൺ പ്ലാസയും ക്ലീൻ മഡിയും എല്ലാം അങ്ങനെ. ഇതിപ്പോ ഏറ്റവും മേളിലാണല്ലേ നമ്മള് 14th ഫ്ലോർ, ഏറ്റവും ടോപ്പില്. അങ്ങനെ, അതാണ് ഇത് ഇവിടുത്തെ. ഓക്കെ, ഇനി അപ്പൊ ടോട്ടൽ ഉള്ളത് ഇനി 3 ബെഡ്റൂമിന് ഇനി 2 ബെഡ്റൂമാണ്. ഇത് ഒരു ബെഡ്റൂം. ഓക്കെ, ഇതൊരു ബെഡ്റൂമാണ്, നല്ല ബെഡ്റൂം. ഇതൊരു ബെഡ്റൂം. ഇവിടെ നമുക്ക് ജനൽ തുറന്നു കഴിഞ്ഞാൽ ആ വ്യൂ ഉണ്ടാവും. രാവിലെയൊക്കെ ഇങ്ങനെ വെയിലൊക്കെ അടിച്ചു തുറക്കാം. ഇതാരടിയാ? രാവിലെ വെയിൽ അടിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അടച്ചുപൂട്ടിയിടും. കാരണം വ്യൂ ഒക്കെ കൊള്ളാം, പക്ഷെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആർക്കും ഇഷ്ടമല്ല. അതെ, ഇതാരടിയാ? ഇതൊക്കെ പിള്ളേരെ എവിടെയും കാണുമ്പോ. ഇത് പിള്ളേരുടെ റൂമാ?
ഇല്ല ഞങ്ങള് ഇവിടെ പിള്ളേരുടെ വലിയവരുടെയൊക്കെ റൂം ഒന്ന് തന്നെ, കാരണം വെച്ചാൽ ചെറിയ എല്ലാ സ്പേസുകളും ചെറിയ സ്പേസുകൾ. അപ്പൊ അതെങ്ങനെ ഈ റൂമിൽ ആര് കിടക്കാം അങ്ങനെ? ഈ റൂമിൽ അവരും മൂത്താളൊക്കെ ഉണ്ടാവും. ഇപ്പൊ 2 റൂമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, അവിടെ ഇവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഓൾറെഡി TV കാണുകയും സിനിമ കാണുകയൊക്കെ അവിടെ ആയതുകൊണ്ട് ചിലപ്പോ അവിടെ തന്നെ ഇത് കൊള്ളാം. പെയിന്റിംഗ് ഒക്കെ നല്ല. അപ്പൊ ഇപ്പോഴും നമ്മൾ ഓരോ പുതിയ സാധനങ്ങൾ കാണുമ്പോ ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴാണ് ഓരോന്നോരോന്നേ കാണുന്നത്, ഈ കളർ കോമ്പിനേഷൻ കാണുമ്പോ നമുക്ക് മേടിക്കാൻ. ഇത് ഒരു ബെഡ്റൂമും കൂടെ. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടുന്ന് ഇതേപോലെ വ്യൂ ഉണ്ട്. ഇത് സൈഡിലത്തെ വ്യൂ, നേരത്തെ നമ്മൾ അപ്പുറത്തെ വ്യൂ. ഇത് സൈഡിലെ ഇത് ഓപ്പൺ ചെയ്താല് ഈ പറയുന്ന ട്രെയിനൊക്കെ പാസ് ചെയ്ത് പോകുന്നു. കായലാണ് അപ്പുറത്ത്. ഇതിപ്പോ രാത്രി ട്രെയിൻ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇല്ല, പകലെല്ലാം നല്ല രസമാണ്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് തുറന്നപ്പോ തന്നെ. നല്ല രസം. കൊതുകും കയറുമല്ലോ അതുപോലെ. കൊതുക് കയറും, അതുകൊണ്ട് ഞാൻ കൂടുതൽ തുറക്കാറില്ല. അതന്നെ അത്യാവശ്യമുള്ള കടിക്കാനുള്ള കയറിയിട്ടുണ്ടാവും. ഒന്ന് തുറന്നപ്പോഴേ. മലയാള മിനി സ്ക്രീൻ രംഗത്തും സിനിമാ രംഗത്തും ഏറെ സുപരിചിതനായ നടനാണ് ഷാജു ശ്രീധർ. സിനിമയിലൂടെയും സീരിയലിലൂടെയും എല്ലാം നമുക്ക് നർമ്മപ്രധാനമായ കഥാപാത്രങ്ങളാണെങ്കിലും സീരിയസ് കഥാപാത്രങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുങ്ങും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചാന്ദിനിയാണ് ഷാജുവിൻ്റെ ഭാര്യ. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും. ഇവരുടെ ഇൻ്റർവ്യൂകളെല്ലാം തന്നെ വളരെ രസകരമാണ്. നമ്മൾ കണ്ടിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു തരത്തിലുള്ള വീഡിയോകളാണ്, ഇൻ്റർവ്യൂസാണ് ഇവരുടെ കുടുംബ വീഡിയോകളെല്ലാം. സൗഹൃദങ്ങൾ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഷാജു ശ്രീധർ. മിമിക്രി താരങ്ങളുമായിട്ട് മിമിക്രിയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ മിമിക്രി, കോമഡി അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളുകളുമായി നടന്മാരുമായെല്ലാം വലിയ കോണ്ടാക്റ്റാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. ഇവർക്കിപ്പോൾ ഒരു ഗ്രൂപ്പുമുണ്ട്. അതിനെക്കുറിച്ചെല്ലാം തുറന്നു പറയുകയാണ് ഷാജു. അതോടൊപ്പം തന്നെ കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. കലാഭവൻ നവാസാണ് തങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിന്നും അവസാനമായി മരണപ്പെട്ട കുറച്ചു പേരുണ്ട്. അതിൽ ഒരാളാണ്, 3 പേരിൽ ഒരാളാണ് കലാഭവൻ നവാസ്. കലാഭവൻ നവാസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അന്ന് സാധാരണയായി തന്നെ വിളിക്കാറില്ല. എന്നാൽ മരണപ്പെടുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് തന്നെ വിളിച്ചു എന്നും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്നും ഷാജു പറയുന്നു. എന്നാൽ അന്നും വൈകുന്നേരത്തോടെ നവാസ് മരണപ്പെട്ടു എന്ന വാർത്തയാണ് എത്തിയത്. അതിൻ്റെ നടുക്കം ഇന്നും മാറിയിട്ടില്ല. അന്ന് ആ ഫോൺ കോളിൽ നവാസ് പറഞ്ഞ കാര്യങ്ങളൊന്നും താൻ ഒരിക്കലും മറക്കില്ല എന്നും ഷാജു പറയുന്നു.